കോട്ടയം ഇരവിമംഗലത്ത് കിണറ്റിൽ വീണ 2.5 വയസ്സുള്ള കുഞ്ഞിനും പിതാവിനും അത്ഭുതകരമായ രക്ഷപ്പെടൽ. കളിക്കുന്നതിനിടയിൽ 2.5 വയസ്സുള്ള കുഞ്ഞ് കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. രക്ഷിക്കുന്നതിനായി പിതാവ് കിണറ്റിലേക്ക് എടുത്തു ചാടി. എന്നാൽ രണ്ടുപേരും മുങ്ങിത്താഴ്ന്നതോടെ കണ്ടുനിന്ന തോമസ് കുട്ടി കിണറ്റിലേക്ക് ഇറങ്ങി. ഇരുവരെയും രക്ഷിക്കുകയായിരുന്നു. അരമണിക്കൂറോളം കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് കിണറ്റിൽ കഴിയേണ്ടി വന്നു എന്ന് തോമസ് കുട്ടി രാജു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കോട്ടയം ഇരവിമംഗലത്ത് ഇന്നലെ വൈകിട്ട് 3:30-ക്കാണ് 2.5 വയസ്സുകാരി കിണറ്റിലേക്ക് വീഴുന്നത്. ആ കിണറ്റിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആദ്യം ഈ 2.5 വയസ്സുകാരി കുട്ടി കിണറ്റിനുള്ളിലേക്ക് വീഴുന്നു. അത് കണ്ടു നിന്ന പിതാവും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ചാടുന്നു. പക്ഷേ രണ്ടുപേരും മുങ്ങിത്താഴുന്നു. ഒടുവിൽ സമീപത്ത് കണ്ടുനിന്ന ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള തോമസ് കുട്ടി രാജു രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങി രണ്ടുപേരെയും രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ ഏകദേശം ഉച്ച തിരിഞ്ഞൊരു 3:45 സമയമായി കാണും. അപ്പോൾ ഈ വീട് നോക്കാൻ വേണ്ടി വീട് മേടിക്കാൻ വന്നവരാ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഓർഡർ എൻ്റെ ഫ്രണ്ടായ കാരണം താക്കോല് ഏൽപ്പിച്ചിരുന്ന അടുത്തായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞാൽ വീട് തുറന്ന് കാണണം എന്ന് ഒരു കക്ഷി വിളിച്ച് പറഞ്ഞപ്പം ഞാൻ വീട് തുറന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ അകത്തായിരുന്നു. അതിനുശേഷം ഇവർ വന്ന് കാറേ വന്ന് ഇറങ്ങി കൊച്ചി കളിച്ചുകൊണ്ട് മുറ്റത്തിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പെട്ടെന്ന് ശ്രദ്ധിച്ചുമില്ല. ഇങ്ങനെയുള്ള ഈ കണ്ണുള്ള നമ്മളെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇവർ വന്ന് കയറുതുള്ളൂ. ഞാൻ അകത്തേക്ക് ഹാളിലേക്ക് കയറുതുള്ളൂ. ഞാൻ കയറി നിൽക്കുന്ന സമയത്താണ് എന്തോ സൗണ്ട് കേട്ട്. സൗണ്ട് കൊച്ചിൻ്റെ അച്ഛൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ കൊച്ചെന്ന് പറഞ്ഞ് പെട്ടെന്ന് പുറത്തേക്ക് ഓടി നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇത് മാറി, ഈ ഷീറ്റ് മാറി കിടപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് ഇറങ്ങി പുള്ളി കൊച്ചിനെ പിടിച്ച് പുള്ളിയുടെ കൈ നിൽക്കുന്നില്ല. പുള്ളി താന്നു പോവുക. കാരണം ഇതിൻ്റെ ഈ കാണുന്ന ഇതിൻ്റെ പകുതി വെള്ളം കണ്ടിട്ടുണ്ട്. ഞാൻ കൊച്ചിനെ പിടിച്ച് ഞാനാണ് ഇങ്ങനത്തെ ചവിട്ടി ചെയ്തുകൊണ്ട് കൊച്ചിനെ സേഫാക്കി പിടിച്ച്. ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞ് ഞാൻ താന്നു പോകും. ഞാൻ പറഞ്ഞു ഇവിടെ കുഴപ്പമില്ല ചേട്ടൻ, ആ മോട്ടറിൻ്റെ ഓസയിലും ആ കരലും പിടിച്ച് സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ റിങ്ങിൽ തന്നെ ചവിട്ടോടെ നിന്നോ കുഴപ്പമില്ല, ഫയർഫോഴ്സിന് വിളിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം പിന്നെ അയലോക്കത്താണ് അവിടെ ഒരു പടന്നുകൊണ്ടിരുന്നൊരു ചേട്ടനും വന്ന് വേറെ അയലോക്കൊന്ന് കയറൊക്കെ ഇട്ട് പുള്ളിയും ഒന്ന് ഇറങ്ങി വന്ന് ഞാൻ പുള്ളിയെ കൊച്ചിൻ്റെ കൊടുത്ത് ഇറങ്ങി പുള്ളിയും പെട്ടുപോയി. പുള്ളി ആ കയറാൻ തന്നെ തൂങ്ങി നിൽക്കുക. പുള്ളിക്ക് ഇങ്ങോട്ട് മാറാൻ പറ്റാത്ത ദിവസം അതുപോലെ വഴുക്കല്ല. അവിടെ തന്നെ പിടിച്ച് ഞാൻ പിന്നെ അവിടെ തന്നെ കൊച്ചിനെ പിടിച്ച് അവിടെ നിന്ന് പോയി. പിന്നെ ഫയർഫോഴ്സ് വന്ന് വണ്ടി ഇങ്ങോട്ട് വരാത്ത കാരണം അവർ താഴെ വന്നിട്ട് പിന്നെ നടന്ന് അവിടെ നിന്ന് വന്നത്. അവർ വന്ന് പിന്നെ വീഡിയോ കാണുന്ന പോലെ വലയൊക്കെ മറ്റേ കൊട്ടരയ്ക്ക് തന്ന് കൊട്ടയ്ക്കകത്ത് കുഞ്ഞിനെയും കൊടുത്ത് ഞാൻ പിന്നെ കയറി പോകുന്നു. പിന്നെ അവരെല്ലാം ഈ കൊട്ടയ്ക്കകത്ത് തന്നെ കയറ്റുമായിരുന്നു. വലിയ അത്ഭുതകരമായ രക്ഷപ്പെടുത്തൽ തന്നെയായിരുന്നു. തോമസ് കുട്ടി രാജുവാണ് ഇത്തരത്തിൽ രണ്ടുപേർക്കും വളരെ സമയോചിതമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുകയും രണ്ടുപേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. കോട്ടയത്ത് നിന്ന് ജോബൻ തേക്കടിക്കൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്.